നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാക് അധീന കശ്മീരിൽ വീണ്ടും സംഘർഷം ആളിക്കത്തുകയാണ്. പ്രക്ഷോഭം ആളിപ്പടരുകയാണ്. തെരുവിലേക്ക് ജനങ്ങളെല്ലാം ഇറങ്ങുകയാണ്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം, പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭം ഇങ്ങനെ ആളിപ്പടരുമ്പോൾ പാക് അധീന കശ്മീർ മുഴുവൻ പട്ടാളക്കാരെ കൊണ്ട് നിറയ്ക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അത്രമാത്രം വലിയ ഡിപ്ലോയ്മെൻ്റാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും പാകിസ്ഥാൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും പാക് ഭരണകൂടത്തിനെതിരെയുമായിട്ടുള്ള നീക്കങ്ങളാണ് പാക് അധീന കശ്മീരിൽ നടക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ്റെ ആരോപണം. ഇന്ത്യയുടെ പിന്തുണയോടുകൂടിയുള്ള പ്രക്ഷോഭവും കലാപവുമാണ് പാക് അധീന കശ്മീരിൽ നടക്കുന്നത് എന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നു. അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും പാകിസ്ഥാന് കൃത്യമായി ആ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ പാക് അധീന കശ്മീർ ഏത് വിധേനയും സംരക്ഷിക്കാനാണ് പാക് അധീന കശ്മീരിലേക്ക് കൂടുതൽ സേനകളെ ഇപ്പോൾ പാകിസ്ഥാൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ജനങ്ങൾക്കവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പട്ടാള ഭരണവും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾക്കും അതുപോലെ തന്നെ വൈദ്യുതിക്കുമെല്ലാം തീ പിടിച്ച വിലയാണ് പാക് അധീന കശ്മീരിൽ. പാകിസ്ഥാൻ്റെ സാമ്പത്തികമായിട്ടുള്ള തകർച്ച അത് മുഴുവൻ അനുഭവിക്കുന്നത് പാക് അധീന കശ്മീരിലെ പോലെയുള്ള ജനങ്ങളാണ്. ഭക്ഷണം കിട്ടാനില്ല. ഗോതമ്പ് മാവിനും അതുപോലെ തന്നെ വൈദ്യുതിക്കും അതോടൊപ്പം പഴവർഗ്ഗങ്ങൾക്കുമെല്ലാം തീ പിടിച്ച വിലയാണ്. പാകിസ്ഥാൻ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം വലിയ പ്രശ്നങ്ങൾ പാകിസ്ഥാനിലും സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ധനം കിട്ടാനില്ല. ഇത് പാകിസ്ഥാനെ വലിയ രീതിയിൽ അരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്ധനക്ഷാമവും വൈദ്യുതി ക്ഷാമവും ഭക്ഷ്യക്ഷാമവുമെല്ലാം പാക് അധീന കശ്മീരിൽ അനുഭവപ്പെടാൻ കാരണം. വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അതോടെ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഈ പ്രക്ഷോഭം ഇത്രയധികം ശക്തി ആർജിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഇന്ത്യയുടെ ഭാഗത്തുള്ള കശ്മീരാണ്. ഇന്ത്യയുടെ ഭാഗത്തുള്ള കശ്മീരിൽ 2019 ശേഷം സമാധാനം പൂത്തുലയുകയാണ്. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കശ്മീരും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ സമാധാനത്തിലേക്ക് നീങ്ങി. അവിടെയുണ്ടായിരുന്ന ഭീകര സംഘടനകളെല്ലാം പാകിസ്ഥാനിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ കശ്മീർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് ഇപ്പുറത്തുള്ള അതായത് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്ത്യൻ കശ്മീരിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നു. അവിടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വരുന്നു. അവിടുത്തെ ജീവിതം സമ്പൽ സമൃദ്ധമാകുന്നു. പക്ഷേ ഇപ്പുറത്ത് അങ്ങനെയല്ല. ഇതാണ് വലിയ പ്രക്ഷോഭത്തിൻ്റെ കാരണം. അതായത് ഭക്ഷ്യവസ്തുക്കൾക്കടക്കം വലിയ രീതിയിലുള്ള വിലക്കയറ്റം സർക്കാരിൻ്റെ ഈ പിടിപ്പുകേട് മൂലമുണ്ടായിരിക്കുന്നു. അപ്പോഴും സർക്കാർ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാനും ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ നടത്താനും ഭീകര സംഘടനകളെ തീറ്റിപ്പോറ്റാനുമാണ് പാകിസ്ഥാൻ തുക ഉപയോഗിക്കുന്നത്. നേരിടുന്ന അവഗണന മതിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാക് ഭരണകൂടത്തിനെതിരെ ഇല്ലെങ്കിൽ ഈ പാക് അധീന കശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നും ഇന്ത്യയോടൊപ്പം ചേർക്കണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ നടക്കുന്നത്. ആ സമരത്തിന് വലിയ ജനപിന്തുണ ലഭിക്കുന്നു. മാധ്യമ പിന്തുണയും ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വൻതോതിൽ പട്ടാളത്തെ വിന്യസിച്ചുകൊണ്ട് സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നത്. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ലീഗിന്റെ നേതൃത്വത്തിലാണ് പാക് അധീന കശ്മീരിൽ പ്രക്ഷോഭം അരങ്ങേറുന്നത്. ഈ ജോയിന്റ് അവാമി കൗൺസിലിനെ നിരോധിക്കുകയും ഇതിൻ്റെ നേതാക്കന്മാരെ പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ. ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിലിൻ്റെ നേതാക്കന്മാരുടെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ട്. അവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപയാണ് പാകിസ്ഥാൻ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ ജമ്മു കാശ്മീരിലെ പാക് അധീന കശ്മീരിലെ പ്രക്ഷോഭങ്ങളെ ഏതു വിധേനയും അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാക് അധീന കശ്മീർ നിലവിൽ സുരക്ഷിതമല്ല. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തു നിന്നും പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന ആ സ്ഥലത്തു നിന്നും പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ജീവൻ കൊടുത്തും പാക് അധീന കശ്മീരിനെ മോചിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ സർക്കാർ ഇന്ത്യ ഭരിക്കുന്നത്. ഇതെല്ലാം പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നടത്തിയ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ നടന്ന സൈനിക ആക്രമണമായിരുന്നു. ആ സൈനിക ആക്രമണത്തോടുകൂടി ഇന്ത്യയുടെ ചൂടെന്ത്, ഇന്ത്യ ആക്രമിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് പാകിസ്ഥാന് പിടികിട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ട് പാക് അധീന കശ്മീരിനെ വേണമെങ്കിൽ ഇന്ത്യക്ക് മോചിപ്പിക്കാം. പക്ഷേ അവിടുത്തെ ജനങ്ങൾ സ്നേഹപൂർവ്വം ഇന്ത്യക്കൊപ്പം ചേരുമെന്ന വിശ്വാസത്തിലാണ് ഇന്ത്യ.
മാത്രമല്ല ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ പാക്-അധീന കശ്മീർ തിരിച്ചു പിടിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. പക്ഷേ അതിന് സാധിച്ചില്ലെങ്കിൽ മാത്രം സൈനിക നടപടി എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഈ സാഹചര്യത്തിൽ പാക്-അധീന കശ്മീരിൽ ഉണ്ടാകുന്ന സംഘർഷവും അതുപോലെ തന്നെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമെല്ലാം പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാക്-അധീന കശ്മീർ ഇന്ത്യ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നും പാകിസ്ഥാൻ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഒരു പരിധിവരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാലൊന്നും പാകിസ്ഥാൻ സർക്കാർ മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഇവിടെ ആരെങ്കിലുമൊക്കെ പ്രക്ഷോഭം നയിക്കുകയും റാലി നടത്തുകയും കൂടിപ്പോയാൽ മുസഫറാബാദ് വരെ പോവുകയും അവിടെ വലിയ പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇതൊന്നും പാകിസ്ഥാനെ പിടിച്ചുകുലുക്കുന്ന സാഹചര്യങ്ങളായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗതി മാറിയിരിക്കുന്നു. പാക്-അധീന കശ്മീരിൽ എന്താണ് നടക്കുന്നത് എന്ന് അതിസൂക്ഷ്മമായി ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സാന്നിധ്യവും അവിടെയുണ്ട്. അവിടെ നടക്കുന്ന ഓരോ കാര്യവും ഇന്ത്യക്ക് വളരെ സുപരിചിതമായി അറിയാം. അതുകൊണ്ട് തന്നെ അനുകൂലമായ സാഹചര്യം ഇന്ത്യ മുതലെടുത്താലോ എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ പാക്-അധീന കശ്മീരിലെ ഈ സമരം, ആ സമരത്തെ സംശയത്തോടു കൂടിയാണ് പാകിസ്ഥാൻ കാണുന്നത്. രാജ്യവിരുദ്ധ ശക്തികളുടെ കൂട്ടായ്മ എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ആ പ്രദേശത്തെ പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്നത് എന്ന് പ്രക്ഷോഭകരും അവകാശപ്പെടുന്നുണ്ട്.